ഓം ശാന്തി. പലപ്പോഴും നമ്മുടെ തന്നെ സ്വഭാവങ്ങൾ നമ്മുടെ ഏറ്റവും വലിയ പ്രയാസമായിട്ട് മാറാറുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരിക. ഞാൻ ദേഷ്യപ്പെടരുത് എന്ന് പലതവണ വിചാരിച്ചിട്ടും എനിക്ക് മാറ്റാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പെട്ടെന്ന് ദേഷ്യം വന്നു പോകും, പെട്ടെന്ന് ചാടിക്കടിച്ച് പറഞ്ഞു പോകും, പെട്ടെന്ന് റിയാക്റ്റീവായി പോകും. ചിലപ്പോൾ അറിയാത്ത കാര്യത്തിനാണെങ്കിൽ പോലും വേണോ വേണ്ടെന്നറിയാതെ എന്തിനെന്നറിയാതെ ഞാൻ അസത്യം പറഞ്ഞു പോകും എന്ന് പറയുന്നവരുമുണ്ട്. ചില ആളുകൾ ഇങ്ങനെ അവനവൻ്റെ സംസ്കാരത്തിൻ്റെ പരിവർത്തനം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രയാസമേറിയ ഒരു ഘടകമാണ്. മറ്റൊരാളുടെ തെറ്റ് പറഞ്ഞു കൊടുക്കാനും നിങ്ങളെ ഇത്തരത്തിൽ പരിവർത്തനപ്പെടുത്തണം എന്ന് പറയുമ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കാൻ പോലും എക്സ്പേർട്ടായിരിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. പക്ഷേ സ്വന്തം സംസ്കാരത്തിലൊരു പരിവർത്തനം കൊണ്ടുവരുമ്പോൾ അവിടെയാണ് ഒരുപാട് മനുഷ്യന്മാർ തോറ്റുപോകുന്ന സ്ഥലം. പലപ്പോഴും പലരും നിരാശരായി പോകും. എൻ്റെ ഈ സ്വഭാവം മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് നന്നാവാൻ പറ്റും തോന്നുന്നില്ല. രാവിലെ എഴുന്നേൽക്കണമെന്ന് വിചാരിക്കും, അലാം വെക്കും. പക്ഷേ ആ സമയത്ത് കുറച്ചുകൂടെ കിടക്കണം എന്ന് തോന്നൽ ആ സമയമാകുമ്പോൾ ശക്തമായിട്ട് വരും. കുറച്ച് കിടന്ന് എനിക്കാന്ന് വിചാരിച്ച് കിടന്ന് എണീക്കുമ്പോൾ ഒരുപാട് വൈകിപ്പോവും. അങ്ങനെ ചില സ്വഭാവത്തെ മാറ്റാൻ പറ്റാത്തവർ ഉറങ്ങും മുന്നേ എനിക്ക് കിടന്ന് ഈശ്വരനെ ഓർമ്മിച്ച് എൻ്റെ വിഷ്വലൈസേഷൻ ചെയ്ത് ഉറങ്ങണമെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ ഉറങ്ങാൻ കിടന്നാലും ഉറക്കം വരില്ല. തിരിഞ്ഞു മറിഞ്ഞ് കിടന്ന് ഇവിടുന്ന് അവസാനം ഞാൻ എന്തെങ്കിലുമൊക്കെ കണ്ടും വായിച്ചൊക്കെ ഉറങ്ങും. അങ്ങനെ ഉറങ്ങുമ്പോഴേ ഉറക്കം വരൂ. ഇങ്ങനെ പലപ്പോഴും പലവിധ സ്വഭാവ സംസ്കാരങ്ങളെ സ്വന്തം ജീവിതത്തിൽ സംസ്കാരം മാറ്റണം എന്നാഗ്രഹിച്ചിട്ടും മാറ്റാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ പലപ്പോഴായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചതായിരിക്കുന്ന ആ ഒരു വിഷമങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഒക്കെയുള്ള ഉത്തരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യത്തിനെ മാറ്റണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ അതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് അത് നമുക്കൊരു വിഷമമായിട്ട് മാറുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ മുന്നോട്ടുള്ള പാതയിൽ യാത്രയിൽ ഇതാണ് എൻ്റെ ഏറ്റവും വലിയ തടസ്സമായിട്ട് തീരുന്നത് എന്ന തോന്നലുണ്ടാവുമ്പോഴാണ്. ആ തോന്നലുണ്ടാവുന്നത് നമ്മുടെ ബോധ മനസ്സിൽ നിന്നാണ്. ബോധ മനസ്സ് അങ്ങനെ ഒരു കാര്യം തീരുമാനിക്കുകയും അതിനുവേണ്ടി പ്ലാൻ ചെയ്യുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നലെ കൊണ്ടുവന്ന ആ സംസ്കാരത്തിൻ്റെ പിന്നിൽ, ഇപ്പോൾ എൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്നതായിരിക്കുന്ന സംസ്കാരത്തിൻ്റെ പിന്നിൽ എന്തോ ഒരു കാര്യം എന്നെ ആ നല്ല വഴിയിലേക്ക് മാറാൻ സമ്മതിക്കാതെ പിടിച്ചു വെക്കുന്ന എന്തോ ഒരു ഫാക്ടർ ഉണ്ട്. അതെന്താ ഫാക്ടർ എന്നറിയോ? നിങ്ങൾ ആ സ്വഭാവത്തെ സ്വന്തമാക്കിയ സമയത്ത്, ഒരു കാര്യം സ്വന്തമാവണമെങ്കിൽ അത് നല്ല സ്വഭാവമാവട്ടെ ചീത്ത സ്വഭാവമാവട്ടെ, ഒരു കാര്യത്തെ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കി നമുക്ക് നേടാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അത് ബോധ മനസ്സിൻ്റെ തീരുമാനം കൊണ്ട് മാത്രം ഒരിക്കലും നടക്കാറില്ല. ഉപബോധ മനസ്സ് അതിന് ശരിയാണെന്ന് തോന്നുകയും അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന സമയത്താണ് അറിയാതെ നമ്മൾ ആ രീതിയിൽ ചെയ്തു പോകുന്നത്. അത് നല്ലതിനാണെങ്കിൽ നല്ല കാര്യത്തിൽ വരും, മോശമാണെങ്കിൽ മോശം കാര്യത്തിൽ വരും. പലപ്പോഴും കുട്ടിക്കാലത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് അടി കിട്ടും, അല്ലെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടും, ചീത്ത കേൾക്കും. അപ്പം ചീത്തയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഭയം എന്ന ഒരു ഫാക്ടർ കൊണ്ട് പലരും പലപ്പോഴും നുണ പറയാൻ തുടങ്ങാറുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങൾ അവരുടെ സംസ്കാരത്തിലേക്ക് എനിക്ക് ഈസിലി രക്ഷപ്പെടാൻ, എന്നെ രക്ഷിക്കാനുള്ള വഴി എന്ന് പറയുന്നത് ഈ അസത്യമാണ് എന്ന ഒരു ഭാവത്തിൽ ഉപബോധ മനസ്സ് സ്വീകരിക്കുകയും കുറച്ചു കാലം കഴിയുമ്പോൾ വേണ്ടെങ്കിലും അസത്യം പറയുന്ന ഒരു അവസ്ഥ വരുമ്പോൾ എൻ്റെ ഈ സ്വഭാവം എനിക്ക് മാറ്റിയേ പറ്റൂ, ഇതാണ് എനിക്ക് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് എന്ന തോന്നൽ ബോധ മനസ്സിനുണ്ടാക്കുമ്പോഴും ഉപബോധ മനസ്സ് കാണിച്ചു കൊടുത്ത ചിത്രമുണ്ട്, ഈസി രക്ഷപ്പെടാനുള്ള വഴി ഇതേ ഉള്ളൂ എന്ന്. അവർക്കാണ് അവരുടെ ആ ഒരു സംസ്കാരത്തെ മാറ്റാൻ പറ്റാതിരിക്കുന്നത്. ദേഷ്യപ്പെട്ടുകൊണ്ട് കുട്ടിക്കാലത്ത് എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി അച്ഛനമ്മമാരോട് സ്നേഹത്തോടെ ചോദിച്ചു, അല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാക്കളുടെ അടുത്ത് നമ്മൾ സ്നേഹത്തോടെ ചോദിച്ചു. കാര്യം നടന്നു കിട്ടാണ്ട് കഴിയുമ്പോൾ വാശി പിടിച്ചു, പിണങ്ങി, കരഞ്ഞു. ആ കുട്ടികൾ വാശി പിടിക്കുകയും അത് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞ് കരയുമ്പോൾ നിലത്ത് കിടന്ന് ഉരുളുന്നു. ആദ്യം ചോദിക്കും മമ്മി എനിക്കത് തരുമോ, അല്ലെങ്കിൽ അമ്മ എനിക്കത് തരുമെന്ന് ചോദിക്കും. അപ്പോൾ ഇല്ല തരാൻ പറ്റില്ല എന്ന് പറയുന്നു. രണ്ടാമത്തെ പ്രാവശ്യം കുട്ടി കുറച്ചുകൂടെ പിന്നെയും ചോദിക്കും. അപ്പോഴും കിട്ടുന്നില്ല എന്ന് കണ്ടാൽ കുട്ടികൾ ചെയ്യുന്ന പണിയാണ് വാശി പിടിക്കുക, കരയുക, നിലത്ത് കിടന്നുരുളുക. ചില കുട്ടികൾ അവരുടേതായിട്ട് രീതികൾ പലതും പ്രകടിപ്പിക്കും. ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കുട്ടികൾ ചെയ്യുമ്പോൾ ആ കാര്യം അവർ നടത്തി കിട്ടിയില്ലെങ്കിൽ വലിയ ശല്യമായി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ആ വാശി ഇല്ലാതാക്കാൻ, പിണങ്ങാതിരിക്കാൻ വേണ്ടിക്കൊണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് പല കാര്യങ്ങളും നമുക്ക് സാധിപ്പിച്ച് കിട്ടിയിട്ടുണ്ടായിരിക്കാം. അത് കുട്ടിക്കാലത്ത് തന്നെ ആവണമെന്നില്ല, ഈ ജന്മത്തിൽ തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ മുജ്ജന്മത്തിലാണെങ്കിലും നടന്നു കിട്ടിയിട്ടുണ്ടായിരിക്കും. ആ ഒരു കാര്യം അത്തരത്തിൽ നടന്നു കിട്ടുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സൊരു ചിത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒച്ചത്തിൽ പറഞ്ഞാൽ, ദേഷ്യപ്പെട്ടാൽ ഇതൊക്കെ കാര്യം നടത്തിയെടുക്കാനുള്ള വഴി ഒരുവിധം. മറ്റൊന്ന്, മാതാപിതാക്കൾ കുട്ടികൾ ഒരു കാര്യം ചെയ്തില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് ദേഷ്യപ്പെട്ട് അവരെ ചീത്ത പറയും. പേടിച്ച് കുട്ടി കാര്യം ചെയ്യും.
ഇൻഡയറക്ട്ലി കുട്ടിയുടെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് പോയിരിക്കുന്നു. ദേഷ്യപ്പെട്ട് സ്ട്രോങ് ആയി പറഞ്ഞാൽ മറ്റുള്ളവർ ആ കാര്യം ചെയ്തിരിക്കും എന്നത്. അങ്ങനെ നമ്മുടെ ഉള്ളിൽ ഉപബോധ മനസ്സ് കാണിച്ചു കൊടുത്ത ഒരുപാട് ചിത്രങ്ങൾ, ഇതൊക്കെയാണ് ഇത് നടത്തിയെടുക്കാനുള്ള വഴികളെന്ന്. ഒരു അസത്യം പറയുന്നതാവട്ടെ, ദേഷ്യപ്പെടുന്നതാവട്ടെ, അല്ലെങ്കിൽ ഭയപ്പെടുന്നതാവട്ടെ, മടിയാവട്ടെ, ഇങ്ങനെ എന്ത് സംസ്കാരം നിങ്ങളെടുത്ത് നോക്കിയാലും നമ്മുടെ ഉള്ളിൽ ആ സംസ്കാര രൂപീകരണത്തിൻ്റെ ഭാഗത്ത് ആ സമയത്ത് നടന്നതായിരിക്കുന്ന കുറേ ചിത്രങ്ങളുണ്ട്. അതിലൂടെയൊക്കെ ആ സമയത്ത് നമ്മൾ സുഖവും അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉപബോധ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആ സ്വഭാവങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ബോധ മനസ്സുകൊണ്ട് അതെനിക്ക് വിഷമമുണ്ടാക്കുന്നതാണ്, അത് മോശമാണ്, അത് ശരിയല്ല, എനിക്ക് തടസ്സമാണ്, മാറ്റണം എന്നൊക്കെ ബോധ മനസ്സ് പറയുമ്പോഴും ഉപബോധ മനസ്സ് ആ ചിത്രങ്ങളെ കാണിച്ചു കൊടുക്കുകയാണ്. അതൊന്നുമല്ല, അതാ ഇങ്ങനെയുണ്ട്. ആ പിടിച്ചു വെക്കുന്ന ചിത്രങ്ങളാണ് വാസ്തവത്തിൽ ഒരു സ്വഭാവത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പരിവർത്തനത്തിന് വേണ്ടി എത്ര നമ്മൾ ശ്രമിക്കുമ്പോഴും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാതെ പിടിച്ചു നിർത്തുന്നതായിട്ടുള്ള സാധനം. അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട്, ഇരുമ്പിനെ ഇരുമ്പ് കൊണ്ട് മുറിക്കുക എന്ന് പറയും. സങ്കല്പത്തെ സങ്കല്പം കൊണ്ടേ ഇല്ലാതാക്കാൻ സാധിക്കുള്ളൂ. വ്യക്തമായ സങ്കല്പങ്ങൾ ഇല്ലാതാക്കണമെങ്കിൽ സമർത്ഥമായ സങ്കല്പങ്ങൾ വേണം. നെഗറ്റീവ് തോട്ട്സിനെ ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ പോസിറ്റീവ് തോട്ട്സ് വേണം. ശക്തിശാലിയായിരിക്കുന്ന സങ്കല്പം, ശക്തിശാലി സങ്കല്പം എന്ന് വെച്ചാൽ അർത്ഥം ഒരു കാര്യത്തെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട്, ഫീൽ ചെയ്തുകൊണ്ട്, അനുഭവിച്ചുകൊണ്ട് ഒരു സങ്കല്പം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ അതാണ് മോസ്റ്റ് പവർഫുൾ ആയിരിക്കുന്ന തോട്ട്സ്. അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്തോ ഒരു ചിത്രം ഉണ്ടാക്കി വെച്ച് അതുകൊണ്ട് രൂപീകരിക്കപ്പെട്ടതായിരിക്കുന്ന ഏത് വീക്ക്നെസ് ആണെങ്കിലും, ബലഹീനതയാണെങ്കിലും, സ്വഭാവത്തിൻ്റെ ദുർബലതയാണെങ്കിലും അതിന് ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ പവർഫുൾ ആയിരിക്കുന്ന വേറൊരു ഇമേജ് കാണിച്ചു കൊടുക്കണം. എന്നുവെച്ചാൽ അർത്ഥം, ഇങ്ങനെ ദേഷ്യപ്പെടാതെ ശാന്തമായിട്ട് നന്നായിട്ട് സംസാരിക്കുമ്പോൾ, ആ നന്നായി സംസാരിക്കുന്നതിലൂടെ എല്ലാവർക്കും നമ്മളോട് സ്നേഹമായി തീരുന്നത്, നമ്മുടെ സാമീപ്യം കൊണ്ട് എല്ലാവർക്കും സുഖം കിട്ടുന്നത്, നിങ്ങളെല്ലാവർക്കും ആധാരമായിട്ട് മാറുന്നത്, ഈ രീതിയിൽ ആ ഒരു നല്ല സ്വഭാവത്തെ കൊണ്ടുവരുമ്പോൾ എന്തെല്ലാം നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നതിനെക്കുറിച്ച് നന്നായിട്ട് ചിന്തിക്കുക. വെറുതെ ചിന്തിക്കല്ല, വിഷ്വലൈസ് ചെയ്യുക. നന്നായി ഡീപ്പ് വിഷ്വലൈസേഷൻസിലൂടെ അതിനെ എക്സ്പീരിയൻസ് ചെയ്യുക. അവിടെ ആ കാര്യം എനിക്ക് നേടിയെടുത്തേ പറ്റൂ എന്നതായിരിക്കുന്ന ദൃഢത നമ്മുടെ ജീവാത്മാവിനുള്ളിൽ അഥവാ ആത്മാവിനുള്ളിൽ, മനസ്സിൻ്റെ ഉള്ളിൽ ശക്തമായിട്ട് ഉണർന്നു വരും. എന്നുവെച്ചാൽ അർത്ഥം, ആ ഒരു ഹൈലി പോസിറ്റീവ് ആയിരിക്കുന്ന ഒരു കാര്യത്തെ നമ്മുടെ ഉപബോധ മനസ്സ് അനുഭവിക്കാൻ തുറന്നതോട് കൂടിയിട്ട് എനിക്കത് ചെയ്തേ പറ്റൂ, അത് കിട്ടിയേ പറ്റൂ എന്ന തോന്നൽ നമ്മുടെ ഉപബോധ മനസ്സിനുള്ളിൽ നിന്ന് വരാൻ തുടങ്ങും. കാരണം ഉപബോധ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടിക്കലി ഇപ്പം ആ കാര്യം നടന്നിട്ടാണോ നിങ്ങൾ ആ അനുഭവം ചെയ്യുന്നത്, അതോ അത് നിങ്ങൾ മനസ്സുകൊണ്ട് ഉണ്ടാക്കി കണ്ടതായിരിക്കുന്ന ഭാവിയാണോ എന്നതിനെ അറിഞ്ഞുകൂടാ. അത് കണ്ടതാണ്, അനുഭവിച്ചതാണ്. ആ അനുഭവത്തിൻ്റെ ആധാരത്തിൽ ആ സത്യത്തെ ഉപബോധ മനസ്സങ്ങ് സ്വീകരിക്കും. ആ ഉപബോധ മനസ്സ് അതിനെ സ്വീകരിച്ചു എന്ന് വെച്ചാൽ അർത്ഥം, പിന്നെ നിങ്ങൾക്ക് മറ്റേ കാര്യം ചെയ്യാൻ തോന്നേയില്ല, എനിക്കിത് മതി എന്ന വിചാരം അറിയാതെ നമ്മളിത് ചെയ്തു പോകുന്ന അവസ്ഥ വരും. അതുകൊണ്ട് സ്വഭാവത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പരിവർത്തനം എന്നത്, ആ കാര്യം മോശമായ ഒന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അതും എന്തോ ഒരു സുഖം ആ സമയത്ത് തന്നിട്ട് അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒന്നാണ്. അതിനെ പരിവർത്തനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പോസിറ്റീവായിരിക്കുന്ന, പെർമനൻ്റ് ആയിരിക്കുന്ന സ്ഥിരമായ സുഖത്തിൻ്റെ അനുഭൂതി മനസ്സിനെ ചെയ്യിപ്പിക്കാമെങ്കിൽ ഉപബോധ മനസ്സ് അത് സ്വീകരിക്കും. അതൊരു തവണയല്ല, നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, നിരന്തരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നോ എന്ന് പോലും അറിയാത്ത രീതിയിലേക്ക് നമ്മുടെ ആ സ്വഭാവം, ആ സംസ്കാരം പരിവർത്തനമാവുകയും ചെയ്യും. അതുകൊണ്ട് ഇത് നിരന്തരമായിട്ട് രാത്രി ഉറങ്ങും മുന്നേ, രാവിലെ ഉണർന്ന ഉടനെ, എപ്പോഴൊക്കെ നിങ്ങൾക്ക് സാധിക്കുമോ അപ്പോഴൊക്കെ ഏത് രീതിയിലുള്ളതായിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, ഏത് രീതിയിലുള്ളതായിരിക്കുന്ന മെൻ്റൽ സ്റ്റേജിലേക്ക് എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, ഏത് സ്വഭാവ സംസ്കാരത്തെ മാറ്റണം എന്ന് തീവ്രമായി നിങ്ങൾ ഇച്ഛിക്കുന്നുണ്ടോ, ആ കാര്യത്തെക്കുറിച്ച് നിരന്തരമായിട്ട് ചിന്തിക്കൂ, നിരന്തരമായിട്ട് വിഷ്വലൈസ് ചെയ്യൂ, അതിൻ്റെ പോസിറ്റീവായിരിക്കുന്ന റിസൾട്ട്സിനെ കുറിച്ച് അനുഭവിച്ച് ആനന്ദിക്കൂ. എന്നാൽ പഴയ കാര്യമുണ്ടായി എന്ന് പോലും അറിയാത്ത രീതിയിൽ അത് നമ്മളിൽ നിന്നങ്ങ് മാറിപ്പോയിക്കോളും. ആ രീതിയിൽ സ്വയം നമ്മളൊന്ന് പരിശോധിച്ച് മാറ്റം കൊണ്ടുവന്ന് വേണ്ടതെന്തെന്നും വേണ്ടാത്തതെന്തെന്നും ഒരു റിയലൈസേഷൻ സംഭവിക്കുമ്പോൾ അവിടെയാണ് സംസ്കാരത്തിൻ്റെ പരിവർത്തനം സംഭവ്യമാവുന്നത്. അതുകൊണ്ട് കുറച്ച് സമയം, അതുകൊണ്ടാണ് എല്ലാ വലിയ ആളുകളും പറയുന്നത് ഈ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടതായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, വിലപ്പെട്ടതായിരിക്കുന്ന സമയം എന്ന് പറയുന്നത് നിങ്ങൾക്കൊപ്പം ചെലവഴിക്കുന്നതായിട്ടുള്ള സമയമാണ്. എൻ്റെ സ്വഭാവം, എൻ്റെ സംസ്കാരം, എൻ്റെ പരിവർത്തനം, അതിനു വേണ്ടിക്കൊണ്ട് ഞാൻ എന്നെ വിശകലനം ചെയ്യാനും മനസ്സിലാക്കാനും
ചിന്തിക്കാനും പഠിക്കാനും അറിയാനും ഉപയോഗിക്കുന്ന സമയമാണ് ഏറ്റവും അമൂല്യമായിരിക്കുന്ന സമയം. അതുകൊണ്ട് സ്വന്തം സമയത്തിനെ ഏറ്റവും അമൂല്യമാക്കി നമുക്കൊപ്പം കുറച്ച് സമയം ഇരുന്നുകൊണ്ട്, അത് കഴിയുമെങ്കിൽ രാത്രി ഉറങ്ങും മുന്നോ അല്ലെങ്കിൽ രാവിലെ ഉണർന്ന സമയത്തോ നമ്മളെ പരിശോധിക്കാൻ, നമ്മളെ കാണാൻ, നമ്മളെ അറിയാൻ, നമ്മുടെ ഉള്ളിൽ ആ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര കഠിനമായിരിക്കുന്ന സംസ്കാരം നമ്മളുള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനെ മാറ്റിയെടുത്തുകൊണ്ട് ഏത് ലെവലിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.